മണിപ്പൂരിലെ മെയ്തേയ് കുക്കി ഏറ്റുമുട്ടൽ തുടരുന്ന മേഖലകളിൽ ഒന്നാണ് ഗാങ്ചുങ്. ഈ മേഖലയിലെ നിരവധി വീടുകൾ കുക്കി ആക്രമിച്ചു. വാഹനങ്ങൾക്കും വീടുകൾക്കും തീയിട്ടു. ആക്രമണം തുടരുന്ന ഗാങ്ചുക്കിൽ നിന്ന് വിനിത വിജയ് നൽകുന്ന റിപ്പോർട്ട്. കുക്കി മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്ന കാങ്ചുക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏത് നിമിഷവും ഈ ഒരു ഭാഗത്തേക്ക് ഏറ്റുമുട്ടലുണ്ടാകാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം ഇത് മെയ്തേയ് വിഭാഗങ്ങളുടെ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ആ മലനിരകളിലാണ് കുക്കി വിഭാഗക്കാരുള്ളത്. ആ മലനിരകളിൽ നിന്നാണ് ഈ ഭാഗത്തേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കമുണ്ടായ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു 3 വീടുകൾ, മെയ്തേയ് വിഭാഗത്തിന്റെ 3 വീടുകളാണ് ഉണ്ടായിരുന്നത്. ആ 3 വീടുകളും പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണുള്ളത്. വലിയ രീതിയിലുള്ളൊരു ആക്രമണം ഈ മേഖലയിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട്. ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകളെയും ഇവിടെ ഉണ്ടായിരുന്ന മേഖലയിലുണ്ടായ ആളുകളെയും ഒക്കെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റിയിരിക്കുകയാണ്. അവരവിടെ സുരക്ഷിതരായി കഴിയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അടുത്തിടെ വലിയ രീതിയിലേക്കുള്ള ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളുമാണ് ഈ കാങ്ചുക് മേഖലയിൽ നടന്നിരിക്കുന്നത്. ഏത് നിമിഷവും സമാന രീതിയിലേക്കുള്ള ഏറ്റുമുട്ടലുകളും ഒപ്പം തന്നെ ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകാൻ ഈ മേഖലയിൽ സാധ്യതയുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ ഈ കുക്കി അക്രമികൾ അവർ ആ മേഖലയിൽ നിന്ന് ഇവരുടെ ഈ മേഖലകളിലേക്ക് എത്തുകയും ഇവരുടെ വാഹനങ്ങൾക്കും വീടുകൾക്കും ഒക്കെ നേരെ തീയിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. पूरा अटैक करके गया था वो लोग. हम लोग तो कोई भी कोशिश कर नहीं सकता है. वो लोग का बर्मिस से आने वाला फौजी लोग आया था, वही हम लोग को कोशिश किया था. हम लोग इधर में बैठ के रहा था. हम लोग को आदमी कहा है वो पूरा वो रिलीफ कैंप में रिलीफ में बैठ रहा था. उधर से बंदूक मारा था और उस तरफ से मारा था. हम लोग को पास में तो बंदूक ज़्यादा नहीं है. वो लोग का तो बर्मिस का बंदूक ज़्यादा है. पहाड़ का साथ में इधर में थोड़ा नीचे में जाके तो कुकी है, उस तरफ में कुकी है, इस तरफ में कुकी है. इसके लिए हम लोग कोशिश करने के भी नहीं सक रहा है. അദ്ദേഹം പറയുന്നത് ഇവിടെ മെയ്തേയ് വിഭാഗത്തിലുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്. അവരെയൊക്കെ തന്നെ വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ മലനിരകൾക്ക് എല്ലാ വശങ്ങളിലുമായി കുക്കി ആളുകളാണുള്ളത്. ഏത് നിമിഷവും അവർ ഈ മേഖലയിലേക്ക് കടന്നു വരികയും ഇവിടെ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. കാങ്ചുക്കിൽ തന്നെ ആക്രമണമുണ്ടായ മറ്റൊരു വീട്ടിലെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർ പറയുന്നത് ഈ സ്ഫോടക വസ്തുക്കൾ ഇട്ട് ഇവിടെ ഒരു സ്ഫോടനം നടത്തിയെന്നാണ് ഇവിടെയുള്ള മെയ്തേയ് വിഭാഗക്കാർ പറയുന്നത്. ഇവിടെ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അവരുടെ കിടക്ക, ഒപ്പം തന്നെ അവരുടെ സാധനങ്ങൾ, ഇങ്ങനെ വലിയ രീതിയിലേക്കുള്ളൊരു ആക്രമണമാണ് ഈ മേഖലകളിലേക്കൊക്കെ അടക്കം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അവർ ഒരുപക്ഷെ രാത്രിയാണ് ആക്രമണം ഉണ്ടായതെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്നത് മറ്റൊരു മുറിയാണ്. ആ മുറിയിലും ഈ സമാനമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇവിടെ വൈദ്യുതിയൊക്കെ ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ആ ദൃശ്യങ്ങളുടെ ഒരു ഭീകരത നമുക്ക് കാണിക്കാൻ കഴിയുമെന്നുള്ളതും കൂടി സംശയമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ പൂർണ്ണമായും ചാരം നിറഞ്ഞ നിലയിലാണ് ആ മുറിയുള്ളത്. 4-5 ആളുകൾ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇവിടെ എല്ലാവരും പക്ഷേ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. റിലീഫ് ക്യാമ്പുകളിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ടെന്നും പറയാൻ കഴിയുന്നുണ്ട്. സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരൊക്കെയാണ് ഈ മേഖലകളിൽ കഴിയുന്നത്. ഈ കാങ്ചുക് മേഖലയിൽ ഇപ്പോഴും ഈ കുക്കി ഒപ്പം തന്നെ മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. കാങ്ചുക്കിൽ നിന്ന് ക്യാമറാമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി, 24. 24 വാർത്താ സംഘം മണിപ്പൂരിൽ തുടരുകയാണ്. എന്തായാലും മണിപ്പൂരിൽ നിന്നുള്ള ചില നേർചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്.